എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് Realme 8 5G എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. റിയൽമിയുടെ ഏറ്റവും മികച്ച നല്ല ഒരു 5G ഫോണാണ്. ഇതിൻ്റെ ബോക്സിൽ മൊബൈലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ ബോക്സ് കാണാം. അതിനുശേഷം മൊബൈലും കാണാം. നമുക്ക് മൊബൈൽ മാറ്റി വയ്ക്കാം. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായി 18 വോൾട്ട് ഫാസ്റ്റ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. ചാർജിങ്ങിനായി കേബിൾ നൽകിയിരിക്കുന്നത് ടൈപ്പ് C കേബിളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ചെറിയ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ നൽകിയിട്ടുള്ളത് ബാക്ക് കവർ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ യൂസർ മാനുവലും നൽകിയിട്ടുണ്ട്. ഇനി കവർ ഓപ്പൺ ചെയ്ത് മൊബൈൽ ഒന്ന് എടുത്തു നോക്കാം. കാണാൻ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേ കാണാനും. പിന്നെ ബാക്ക് കവർ നൽകിയിരിക്കുന്നത് നല്ല ഗ്ലാസ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു ബാക്ക് കവറാണ്. പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ബാക്ക് കവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൊബൈലൊന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ നല്ല കിടിലൻ ലുക്കിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് നല്ല അടിപൊളി ലുക്കിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പകുതിയോളം ബ്രൈറ്റ്നസ് വെച്ചാൽ തന്നെ നല്ല പക്ക ക്ലാരിറ്റി തന്നെയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. സെറ്റിങ്സിൽ നമുക്ക് അബൌട്ട് ഫോണിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. മൊബൈലിൻ്റെ മോഡൽ നെയിമും അതിൻ്റെ പ്രൊസസ്സറിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് എല്ലാം തന്നെ അതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ MediaTek dimensity 700 എന്ന പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 5G പ്രൊസസ്സറാണ്. പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് 11 ബേസ്ഡ് ആണ്. ഇതിൻ്റെ ക്യാമറ 4 ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 64 MB ആണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 16 MB നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. AMOLED ഡിസ്പ്ലേ അല്ല നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലൊക്കെ നല്ല കാണുവാനായി നല്ല ലുക്കിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. അതിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഏത് സൈഡിൽ നിന്നും നോക്കിയാലും നല്ല കറക്റ്റ് ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഉള്ളത്. സൈഡിൽ നിന്ന് നോക്കിയാലും മുകൾ സൈഡിൽ നിന്ന് നോക്കിയാലും താഴത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും യാതൊരു പ്രശ്നവുമില്ല.
ഇതിൽ LCD ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കളർ റീപ്രൊഡക്ഷനൊക്കെ നല്ല കിടിലം ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റെന്തൊക്കെയാണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ വലത് സൈഡിൽ ഫിംഗർ പ്രിൻ്റ് സെൻസറും പവർ ബട്ടണും നൽകിയിരിക്കുന്നു. ഇടത് സൈഡിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണും സിം ഇടാനുള്ള ഡ്രോയറും നൽകിയിരിക്കുന്നു. ഇതിൻ്റെ മുകൾ സൈഡിൽ കാര്യമായി ഒന്നും തന്നെ നൽകിയിട്ടില്ല. വോയിസ് ക്യാൻസലേഷൻ ഒന്നും നൽകിയിട്ടില്ല. താഴത്തെ വശത്ത് നൽകിയിരിക്കുന്നത് ഒരു സ്പീക്കർ വെൻറ്റും ടൈപ്പ് സി പോർട്ടും മൈക്രോഫോണും പിന്നെ ഹെഡ്ഫോൺ കൊടുക്കാനുള്ള പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിൽ 2 4G സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഇതിൽ നൽകിയിരിക്കുന്ന ബാക്ക് കവർ നമുക്ക് ഒന്ന് മൊബൈൽ ഇട്ട് നോക്കാം. കറക്റ്റ് ഫിറ്റ് തന്നെയാണ് ഇതിൻ്റെ കവർ നൽകിയിരിക്കുന്നത്. നല്ല കാണുവാനും നല്ല ലുക്ക് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് ഒന്ന് പരിഗണിക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി, നമസ്കാരം.